സന്തോഷ് പണി പാത്രം കഴുകും. ഗുഡ് ഡേ ഫോക്സ്, വീക്കെൻഡ് സ്റ്റേ റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ പോകുന്നത് വൺ ഡേ റൈഡൊക്കെയാണ്, പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റേ റൈഡിലാണ് പോകുന്നത്. എവിടെയാണെന്നല്ലേ? മൂന്നാർ വട്ടവടയിലെ സൈചേട്ടൻ്റെ ബോവിഡേ വുഡ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. അവിടെ നിരവധി ആക്ടിവിറ്റീസും ഓഫ് റോഡ് ക്ലാസ്സസും ഈവൻ ഓഫ് റോഡ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു വഴികളാണ്. ആ വഴികളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, ആ വഴി നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ വെറുതെ സമയം കളയുന്നില്ല, നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ? കമോൺ. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് നേര്യമംഗലമായിരുന്നു. വേറൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ. യാത്ര പോകുമ്പോൾ ഏതൊരു മീലായിക്കോട്ടെ ഫുള്ളായിട്ട് ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ മിക്കപ്പോഴും ഹാഫ് ലോഡ് മാത്രമാണ് ചെയ്യുന്നത്, കാരണം അതാണ് സേഫ്. പതിവ് പോലെ ടീം മീറ്റിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി, പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഫോർമേഷൻസ് എല്ലാം തന്നെ ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇത് എല്ലാം കഴിഞ്ഞ് യാത്ര ഞങ്ങൾ പതിയെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മുതലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വഴി താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മുടെ സൈചേട്ടൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഇതെന്റെ കൂട്ടുകാരാണ്, എന്റെ +2 ചങ്സ് ആണ്. അവർ ഇവിടെ വെച്ച് കണ്ടുമുട്ടി അടിപൊളിയാക്കി. ഈ വഴി നമ്മൾ പോകുമ്പോൾ ശരിക്കും ഒരു പില്യൺ റൈഡർ ആണെങ്കിൽ അവൻ ഈ ഒരു വ്യൂ ശരിക്കും ഒന്ന് ആസ്വദിച്ച് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. കാരണം ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് ആ വഴിയും നോക്കണം. പ്രത്യേകിച്ച് ഓഫ് റോഡ് ആയതുകൊണ്ട് എപ്പോഴാണ് ഒബ്സ്റ്റക്കിൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ വഴി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈക്കേഴ്സിനല്ല, പില്യൺ റൈഡേഴ്സിനാണ് ഈ വ്യൂ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയും ഓടിച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കയറുന്ന സമയത്തേക്ക് ഒരു കാറ്റടിക്കും. ആ നല്ല തണുപ്പുള്ള കാറ്റ് തന്നെയാണ്. ആ കാറ്റ് അടിച്ച് റൈഡ് ചെയ്ത് ഇതുപോലത്തെ വ്യൂ ഒക്കെ കണ്ടു പോകുക എന്ന് പറയണത് അതൊരു പ്രത്യേകതരം സുഖമാട്ടോ. വരുന്നവർക്ക് എല്ലാവർക്കും ഓരോ കോഴിമുട്ടയും ഫ്രൂട്ടിയാണ്. എല്ലാരും വന്ന് മേടിക്കണോ? ഓരോരുത്തരാണെങ്കിലും ഓരോ ടെന്റൊക്കെ സെറ്റ് ചെയ്യണം. അവര് ഗ്രൂപ്പ് തിരിഞ്ഞ് ടെന്റിലേക്ക് കയറുവാണ്. ഇപ്പൊ ടെന്റിലേക്ക് കയറുന്ന കാഴ്ചകളാണ്. ചേട്ടാ ടെന്റ് ഒന്ന് തുറന്നാണ് ചേട്ടാ. ഇതൊരു സിംഗിൾ ടെന്റ് ആണല്ലേ? അല്ല, ഇത് ഡബിളാ. ഇതൊരു ഡബിൾ ടെന്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഷട്ടിൽ കളിക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. സെറ്റ് നമ്മള് ഇതിന്റെ രാവിലത്തെ കാഴ്ചയാണ് ഗൈസ് എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത്. അത്രയ്ക്കും സൂപ്പർ ആയിരിക്കും. കാരണം നേരെ ഇവിടുന്ന് നേരെ തിരിഞ്ഞു വരുന്നത് വേണ്ട ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. പൊളി. നാളെ രാവിലെ നിങ്ങളെ കാണിച്ചിരുന്നതാണ് ഗൈസ് ഇതൊക്കെ.
ആണ് നമ്മുടെ സഹിചേട്ടൻ്റെ പ്രശസ്തമായ എല്ലാവർക്കും അറിയുന്ന ഒരു മാർഷൽ എന്ന് പറയുന്ന വണ്ടി. ഓഫ്, ഇതിൻ്റെ ലുക്ക് തന്നെ അന്യായം തന്നെ. ടയറിൻ്റെ കട്ടയൊക്കെ കണ്ട സെറ്റ് സാധനം. എന്തായാലും ഇതും കൊണ്ട് നാളെ നമ്മുടെ സഹിചേട്ടൻ ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ചെറിയ ഓഫ് റോഡിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സഹിചേട്ടൻ വരുന്നില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റൈഡ് കോർഡിനേറ്ററൊക്കെ സഹിചേട്ടനോട് നല്ല കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മളോട് ചെറിയൊരു ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ മേജറായിട്ടൊന്നും അടിക്കുന്നില്ല, ചെറിയൊരു ഓഫ് റോഡുകൾ അടിക്കാൻ വേണ്ടി പോകണം. എന്തായാലും ഇവിടെ വന്നു ഒന്ന് റിഫ്രഷായി മുട്ടയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഓഫ് റോഡ് പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഓഫ് റോഡിലേക്ക് നമുക്ക് കാണാം. ഇവിടെ ഇപ്പൊ എല്ലാവരും തന്നെ ഒരു ചെറിയൊരു പോയിന്റ് നോക്കുവാണ്. ഇത് കുത്തനെ ഉള്ള കയറ്റമാണ്. വീഡിയോയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. എന്നാലും ഈ വഴിതേ നമ്മുടെ പുതിയ ഹിമാലയൻ, അതോടൊപ്പം നമ്മുടെ കാതർ, ഇവരെല്ലാവരും ഇപ്പൊ ഇറക്കാൻ വേണ്ടി പോകട്ടോ. കൈയോട് കൈയോട് കൈയോട്. ഇതെന്നാ പറ്റി കേട്ടാ മുത്തേ കൂടെ. ഓ, ഈ ഹിമാലയൻ ഇവിടെ ഒന്ന് കുടുങ്ങി കേട്ടോ. ഇനിയിപ്പോ അത് റോപ്പ് ഇട്ട് വലിച്ച് മുകളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. അവനാണ് ആ മപ്പ് റൈഡർ. കൈവക്കേ ഈ സ്ഥലത്തിന്റെ ഭംഗിയെന്ന് നോക്കിയേ. വാവ്, നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്ത് ഓഫ് റോഡ്. വാവ് വാവ് വാവ്. ഇങ്ങനെയാണ് വണ്ടികൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിടിക്കുന്നത്. വണ്ടി കയറ്റി ഗൈസ്.
എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നമ്മൾ വിചാരിക്കണമെന്നല്ല കേട്ടോ, ഈ സാധനം നടന്നു കയറാൻ തന്നെ ഒടുക്കത്തെ പാടാ. അപ്പോഴാണ് വണ്ടി അത്രയ്ക്കും ഭയങ്കരമായിട്ടും തെന്നിക്കിടക്കുന്ന മണ്ണാണ് ഗൈസ്. പെട്ടെന്ന് തെന്നി പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങ് തെന്നി അങ്ങ് പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇവൻ തന്നെ ഇറങ്ങാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെയാണ് കയറാനും. ഒരാള് സുരക്ഷിതമായിട്ട് ഇറങ്ങി, അടുത്തയാള് ഞങ്ങളുടെ മപ്പ് റൈഡർ ഇനി തിരിച്ചിറങ്ങാൻ വേണ്ടി പോട്ടോ. നോക്കടാ, ചെറിയൊരു ഉള്ളിപ്പഴി ഭയം ഉണ്ടല്ലേ. ദൈവം രക്ഷിച്ചു ഗൈസ്. അയ്യോ, രണ്ട് വീഡിയോ. സന്തോഷ് പണി. പാത്രം കഴുകും, ബാത്റൂം കഴുകും, പാട്ട് പാടും, ഓഫ് റോഡ് ചെയ്യും, കുക്ക് ചെയ്യും, പിന്നെ അല്ല ഹോസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. പെർഫെക്റ്റോ? അത്രേ ഉള്ളൂ. ഇത്ര വൈബുള്ള മനുഷ്യനെ സത്യം പറഞ്ഞ ഞാൻ കണ്ടില്ല. വൈബ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓരോ ജനറേഷനും നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ അവരുടെ ഭാഗമായി മാറുക. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കൺഗ്രാജുലേറ്റ് ചെയ്യണു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നെയ്ച്ചോറിനൊക്കെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം രാത്രിയായി. സൈചേട്ടനാണെങ്കിൽ രാത്രിത്തെ ഡിന്നറിനുള്ള പാചകത്തിലേക്ക് അങ്ങ് ഇറങ്ങി. ഇപ്പോൾ രാത്രി നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ രാത്രിയിൽ ഇവിടെ മെയിനായിട്ടുള്ള സ്റ്റേ എന്ന് പറയുന്നത് ടെൻറ്റ് സ്റ്റേ ആണ്. രാത്രിയിൽ ഒന്ന് ജസ്റ്റ് ഓഫ് റോഡ് കഴിഞ്ഞ് പോകുന്ന കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൈയൊക്കെ തണുത്ത് മരച്ച് ഒരുമാതിരി കട്ട പോലെയായി. ഇനിയിപ്പോൾ നല്ല 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 തണുപ്പാണ് ഇവിടെ, അത്രയ്ക്ക് തണുപ്പാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും വരുവാണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒന്നും ദയവ് നിങ്ങളായാലും വിട്ട് കളയല്ലോ കേട്ടോ. കാരണം കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെയൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ട്രൂത്ത്ഫുൾ മൊമെൻറ്റ്സ് ആയിരിക്കും. ആ മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും, അത് അയവറക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്, അടിച്ചു പൊളിക്കുക. I know just how to fake it, and I know just how to scheme. I know just where the face is true, that I know just to dream, and I know just where to touch you. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിപൊളി ക്യാമ്പ് ഫയർ ആയിരുന്നു, നല്ലൊരു മ്യൂസിക്കൽ ഇവൻ്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഡിന്നറും കൂടെ ആയിരുന്നു. നാളെ രാവിലെ ഓഫ് റോഡായിട്ട് നല്ല കിടുക്കാച്ച് ഓഫ് റോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, ഫോളോ ഫോർ മോർ. അടിപൊളിയായിട്ട് വെക്കാം.